ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഷാലോം ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും നാഥനുമായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് മരണനിമിഷങ്ങളിൽ ഭാഗ്യവാന്മാരാകുന്നവരെ കുറിച്ചാണ്. പ്രഭാഷകന്റെ പുസ്തകം 11 അധ്യായം 28 തിരുലിഖിതം. മരിക്കും മുമ്പ് ആരെയും ഭാഗ്യവാൻ എന്ന് വിളിക്കരുത്, എന്തെന്നാൽ മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുന്നത്. മരിക്കും മുമ്പ് ആരെയും ഭാഗ്യവാൻ എന്ന് വിളിക്കരുത്, എന്തെന്നാൽ മരണത്തിലൂടെയാണ് മനുഷ്യനെ അറിയുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ മണിക്കൂറുകളിൽ പിതാവായ ദൈവം തന്റെ ആത്മാവിനെ അയച്ച് നമ്മെ ഏവരെയും ദൈവവചനത്തിന്റെ അഭിഷേകത്തിന് വേണ്ടി ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. നമ്മിൽ നിന്ന് അന്ധകാര കോട്ടകൾ തകരുന്നതിന്, രോഗത്തിന്റെ ആധിപത്യങ്ങൾ തകരുന്നതിന്, നിരാശയുടെയും ആത്മഹത്യ ചെയ്യുന്ന ആധിപത്യങ്ങൾ തകരുന്നതിന്, ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് നമ്മളെ കൈപിടിച്ച് ഉയർത്തുന്നതിന് ദൈവം തന്റെ ആത്മാവിനാൽ അത്ഭുതകരമായി ഇടപെടുന്ന മണിക്കൂറുകളാണിത്. ഈ നിമിഷങ്ങളിൽ ഞാനും നിങ്ങളും ഹൃദയം തുറക്കുമെങ്കിൽ ഒരുപക്ഷെ വിശ്വാസത്തിന്റെ അഭിഷേകം കുറവായിരിക്കാം, ഒരുപക്ഷെ ഒരു തീഷ്ണത തോന്നുന്നില്ലായിരിക്കാം, ഒരുപക്ഷെ ഒരു മരവിച്ചിരിക്കുന്ന അവസ്ഥയായിരിക്കാം, ഒരുപക്ഷെ ഹൃദയത്തിൽ കടുത്ത വെറുപ്പ് തളം കെട്ടിക്കിടക്കുന്ന സാഹചര്യമാകാം, ഒരുപക്ഷെ ദുഃഖം തളം കെട്ടിക്കിടക്കുന്ന അവസ്ഥയായിരിക്കാം, ഒരുപക്ഷെ ഒന്നിനോട് താല്പര്യമില്ലാത്തൊരവസ്ഥയായിരിക്കാം, ഒരുപക്ഷെ ദേഷ്യവും വെറുപ്പും തോന്നിക്കൊണ്ടിരിക്കുക ആവാം. എന്തു തന്നെയാകട്ടെ, എന്റെ മകനെ, മകളെ, നീ ഇന്ന് ഈ നിമിഷം അല്പം ഒന്ന് എളിമപ്പെട്ട് ഹൃദയത്തിൽ യേശു സന്നിഹിതനാകാൻ വേണ്ടി ആഗ്രഹിച്ചാൽ, നീ വിളിക്കുമ്പോൾ നീ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ യേശുവിന്റെ അത്ഭുത നാമം, യേശുവിന്റെ അത്ഭുത സാന്നിധ്യത്തിന്റെ അനുഭവം പിതാവായി ദൈവം നൽകുക തന്നെ ചെയ്യും. കണ്ണുകൾ അടച്ച് 2 കരങ്ങൾ ഉയർത്തി എല്ലാവരും ചേർന്ന് എളിമയോടെ പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൽ നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനം നുറുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. മനം നുറുങ്ങി ഇവ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, കരഞ്ഞു കരഞ്ഞു തളർന്ന ജീവിതങ്ങളെ പ്രത്യേകം സമർപ്പിക്കുന്ന കർത്താവേ, ഓ കണ്ണുനീരിൽ കുതിർന്ന ജീവിതങ്ങൾ, മനം മടുത്തിരിക്കുന്നവര്, നിരാശ ബാധിച്ചു കിടക്കുന്നവര്, ആത്മഹത്യാ പ്രവണതയാൽ പീഡ അനുഭവിക്കുന്നവര്, സംശയ രോഗത്തിന്റെ ബന്ധനത്തിൽ കിടക്കുന്നവര്, ശത്രുക്കളാൽ ഉപദ്രവിക്കപ്പെടുന്നവര്, രാത്രിയും പകലും പൈശാചിക പീഡകളാൽ മനം മടുത്തിരിക്കുന്നവര്, ജീവിതത്തിൽ എല്ലാ വാതിലും അടയ്ക്കപ്പെട്ട വിധം എല്ലാത്തിൽ നിന്നും വിച്ഛേദിക്കപ്പെട്ടവര്, ആര് സഹായത്തിനകത്ത് ഒറ്റപ്പെട്ട് കിടക്കുന്നവര്, അനാഥരായ ആത്മാക്കള്, ഓ ദൈവമേ, മരണാസന്നരായി കിടക്കുന്നവര്, മാറാ രോഗങ്ങളോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്നവര്, കിടക്കയിൽ ഇതാ രോഗത്തോട് മല്ലടിച്ച് വേദനിച്ച് കിടക്കുന്നവര്, കസേരന്ന് എഴുന്നേക്കാൻ പോലും പറ്റാത്ത വിധം തളർവാദം പിടിച്ചിരിക്കുന്നവര്, ശരീരത്തിന്റെ കോശങ്ങളൊക്കെ നിർജീവമായി കൊണ്ടിരിക്കുന്നവര്, ചികിത്സയില്ലാത്ത വിധം മാരക രോഗങ്ങളാൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവര്, ഓരോരുത്തരുടെ മേൽ യേശുവിന്റെ നാമത്തെ അയക്കുന്നു. ഓരോ രോഗത്തിന് മേൽ യേശുവിന്റെ നാമത്തെ അയക്കുന്നു. ഓരോ ദുഃഖത്തിലേക്ക് യേശുവിന്റെ നാമത്തെ അയക്കുന്നു. ഓരോ മനപീഡകളിലേക്ക് യേശുവിന്റെ നാമത്തെ അയക്കുന്നു. ആത്മാവിൽ, ശരീരത്തിൽ, മനസ്സിൽ, ഓരോ മേഖലകളിലും സാത്താൻ ബന്ധിച്ചിട്ടിരിക്കുന്ന ഓരോരുത്തരെയും യേശുവിന്റെ നാമം അയച്ച് സാത്താന്റെ എല്ലാ ചങ്ങലകളും മുറിച്ച് വിടുവിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമായ കർത്താവിന്റെ അത്യുന്നത ശക്തി ഇടിമിന്നൽ പോലെ വ്യാപരിക്കട്ടെ. സാത്താനെ, ദൂതഗണങ്ങളെ, നസ്രായന്റെ നാമത്തിൽ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു, ദൈവമക്കളെയും അവരുടെ കുടുംബങ്ങളെയും ഇപ്പോൾ വിട്ടൊഴിഞ്ഞു പോവുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അനേകരുടെ ജീവിതത്തിൽ അവരുടെ മരണനിമിഷങ്ങൾ അടുക്കുമ്പോൾ അവർ വലിയ പരിഭ്രാന്തിയും ഭയവും അസാധാരണമായ വിധത്തിലുള്ള വെപ്രാളങ്ങളും കാണിക്കുന്നത് ഒരു വൈദികൻ എന്ന നിലയിൽ പലരുടെയും മരണനിമിഷങ്ങളിൽ അവരടുത്ത് ചെന്നപ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദൈവസന്നിധിയിൽ വേദനയോടെ സംസാരിച്ചിട്ടുണ്ട്. ദൈവമേ, ഒരു മനുഷ്യന്റെ അന്ത്യനിമിഷങ്ങൾ ഇതുപോലെ ഭയാനകമായി കടന്നു പോകുന്ന എന്തുകൊണ്ട് അനേകർ ഭീകര രംഗങ്ങൾ കാണുന്നു? എന്തുകൊണ്ട് അനേകർ ഭയപ്പെടുന്നു? എന്തുകൊണ്ട് അനേകർ മരണനിമിഷങ്ങൾ അടുക്കുമ്പോൾ പകലില്ലാതെ ഭയത്തിന്റെ പിടിയിൽ അമർന്നു പോകുന്നു? അപ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഈ ലോകത്തിൽ ഒരു മനുഷ്യന്റെ ജീവിതം എങ്ങനെയാണോ അങ്ങനെയായിരിക്കും അയാളുടെ മരണനിമിഷങ്ങൾ. ഈ ലോകത്തിൽ നന്നായി ജീവിച്ചാൽ മരിക്കുമ്പോൾ ഒരു നല്ല മരണം,
അനേകർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്. മരിക്കുന്ന ആളുകളുടെ വീടിന്റെ അടുത്ത് പട്ടി ഇങ്ങനെ ഉറക്ക കാലം കൂവിയാൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഉറക്ക കൂവിയാൽ അത് കാലം കൂവുന്നത്, കാലൻ വരുന്നതിനെ കണ്ട് അത് കൂവുന്നതാണെന്ന് ഒരു തെറ്റിദ്ധാരണ പലരുടെയും മനസ്സിലിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചൊരു കാര്യമുണ്ട്. ദൈവമേ, മരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ആത്മാവിനെ കൊണ്ടുപോകാൻ വരുന്നത് കാലനാണോ? കാലൻ വരുമ്പോഴാണോ ഈ പട്ടി ഇങ്ങനെ കൂവുന്നത്? ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ആ മരണ വീട്ടിൽ വരുന്നത് യമനാണോ, കാലനാണോ, ദുഷ്ടാരൂപിയാണോ, അതോ ദൈവത്തിന്റെ സാന്നിധ്യമാണോ? ഇതിനെക്കുറിച്ച് ദൈവസന്നിധി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം വെളിപ്പെടുത്തുന്ന ഏതാനും ചില കാര്യങ്ങളാണ് ഈ നിമിഷങ്ങളിൽ പങ്കുവെക്കുന്നത്. ഏറ്റവും ആദ്യമായി എനിക്ക് മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്: ഒരു വ്യക്തി ഈ ജീവിതകാലത്ത് പാപം ഉപേക്ഷിച്ച്, തിന്മ ഉപേക്ഷിച്ച്, ജഡത്തിന്റെ വെറിക്കൂത്തുകൾ ഉപേക്ഷിച്ച്, ദൈവത്തെ ആരാധിച്ച് ദൈവ പൈതലായി ജീവിച്ചാൽ അയാൾ മരിക്കുമ്പോൾ അയാളുടെ ഭവനത്തിലേക്ക്, ആ മരണ വീട്ടിലേക്ക് വരുന്നത് കാലനല്ല, യമനല്ല, അവിടെ വരുന്നത് യേശു ക്രിസ്തുവാണ് എന്ന് തിരുലിഖിതങ്ങൾ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. വെളിപാടിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 5ഉം 6ഉം തിരുലിഖിതങ്ങൾ, വിജയം വരിക്കുന്നവനെ ഞാൻ വന്ന് വെള്ളവസ്ത്രം ധരിപ്പിക്കും, അവന്റെ പേര് ജീവന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ മായിച്ചു കളയുകയില്ല, എന്റെ പിതാവിന്റെയും അവിടുത്തെ ദൂതന്മാരുടെ സന്നിധിയിൽ അവന്റെ പേര് ഞാൻ ഏറ്റുപറയും. വിജയം വരിക്കുന്നവനെ ഞാൻ വന്ന് വെള്ളവസ്ത്രം ധരിപ്പിക്കും. ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ ദൈവമായ കർത്താവിന്റെ വചനം കേട്ട്, എന്റെ ദൈവമായ കർത്താവിന്റെ വഴികളിലൂടെ നടന്ന്, സന്മാർഗത്തിലൂടെ നടന്ന്, വിശുദ്ധിയുടെ മാർഗത്തിലൂടെ നടന്ന്, ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിച്ച് ദൈവവിചാരത്തോടും ദൈവഭയത്തോടും കൂടെ വിശുദ്ധമായ ജീവിതം നയിച്ചാൽ മരിക്കുമ്പോൾ കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുകയാണ്, കർത്താവ് വന്ന് നമ്മെ വെള്ളവസ്ത്രം ധരിപ്പിക്കും. ജീവന്റെ ഗ്രന്ഥത്തിൽ നമ്മുടെ പേര് മായ്ക്കപ്പെടുകയില്ല. എന്റെ പിതാവിന്റെയും അവിടുത്തെ ദൂതന്മാരുടെ സന്നിധിയിൽ അവന്റെ നാമം ഞാൻ ഏറ്റുപറയുമെന്ന് കർത്താവ് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതാണ് യോഹന്നാന്റെ സുവിശേഷം 14:3 നമ്മൾ വായിക്കുന്നത്. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും. ഈ വചനങ്ങൾ കേട്ടപ്പോൾ ഓരോ മനുഷ്യരും മരിക്കുന്ന സമയത്ത് അവരുടെ പ്രതികരണങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ച് ഞാൻ പഠിക്കാൻ തുടങ്ങി. ആദ്യം ഞാൻ പഠിക്കാൻ എടുത്തത് വിശുദ്ധ അന്തോനീസ് പുണ്യാളന്റെ ജീവചരിത്രമാണ്. അന്തോനീസ് പുണ്യാളൻ മരണത്തോടടുത്ത് കിടക്കുകയാണ്. തന്റെ ജീവിതകാലത്ത് യേശുവിനെ സ്നേഹിച്ച്, യേശുവിനെ ആരാധിച്ച്, തന്റെ ജീവിതം മുഴുവൻ യേശുവിനെ അർപ്പിച്ച, യേശുവിന്റെ വചനം പ്രഘോഷിക്കാൻ വേണ്ടി ജീവിതം ഉഴിഞ്ഞുവെച്ച കർത്താവിന്റെ പ്രിയദാസനാണ് വിശുദ്ധ അന്തോനീസ് പുണ്യവാളൻ. ഈ പുണ്യവാളൻ മരണത്തിന്റെ അടുത്ത് വക്കത്തെത്തി കിടക്കുകയാണ്. അപ്പോൾ ഇതാ അദ്ദേഹത്തിന് ചുറ്റിനും സന്യാസിമാരിരുന്ന് നല്ല മരണത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന ചൊല്ലിക്കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നല്ല മരണത്തോട് അടുത്തുകൊണ്ടിരുന്നപ്പോ, മരണത്തിന് തൊട്ട് വക്കത്തെത്തിയപ്പോൾ അന്തോനീസ് പുണ്യവാളൻ പ്രാർത്ഥന നിർത്തി. എന്നിട്ട് ഒരു സ്ഥലത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കാൻ തുടങ്ങി. ഉടനെ ചുറ്റുമുണ്ടായിരുന്ന സന്യാസിമാര് അന്തോനീസ് പുണ്യവാളനെ വിളിച്ചിട്ട് ചോദിച്ചു, ഗുരു അങ്ങിപ്പോൾ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? ഉടനെ സുസ്മേര വദനനായി അന്തോനീസ് പുണ്യാളൻ പറഞ്ഞു, ഇതാ ഞാൻ എന്റെ കർത്താവിനെ കാണുന്നു. ഏതാനും സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ അന്തോനീസ് പുണ്യാളൻ മരിച്ചു. അന്തോനീസ് പുണ്യവാളന്റെ ജീവിതത്തിൽ അന്തോനീസ് പുണ്യാളൻ പറഞ്ഞിരിക്കുന്ന ഏറ്റവും അവസാനത്തെ സെന്റൻസ് ആണിത്, ഇതാ ഞാൻ എന്റെ കർത്താവിനെ കാണുന്നു. അല്പസമയത്തിനുള്ള ആള് മരിച്ചു. ഞാൻ ഇത് വെച്ച് പ്രാർത്ഥിച്ചു നോക്കി, എന്താണ് ഇതിന്റെ അർത്ഥം? അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇതാ അന്തോനീസ് പുണ്യാളന്റെ മരണത്തിന്റെ സമയം അടുത്ത് വന്നപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നതും പിതാവിന്റെ വലതുഭാഗത്ത് മനുഷ്യപുത്രൻ നിൽക്കുന്നതും അന്തോനീസ് കണ്ടു. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ വാശിക്കുന്ന ഏറ്റവും വലിയ കാര്യം യേശുവിനെ ഒന്ന് മുഖാഭിമുഖം കാണണം എന്നുള്ളതല്ലേ? യേശുവിനെ നേർക്കുനേർ കണ്ടാൽ പിന്നെ ആരാ അങ്ങോട്ട് നോക്കാത്തത്? ഒരു കാമുകി കാമുകനെ കണ്ടാൽ എന്ന പോലെ ഒരു ആത്മാവ് യേശുവിനെ നേർക്കുനേർ കണ്ടാൽ പിന്നെ അങ്ങോട്ട് തന്നെ ഇങ്ങനെ നോക്കിയിരിക്കും. ഇതിനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യരുടെ 1-ാം ലേഖനത്തിൽ 13-ാം അധ്യായത്തിൽ അതിൽ 12-ാമത്തെ തിരുലിഖിതത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഇപ്പോൾ നാം കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു, അപ്പോഴാകട്ടെ നാം മുഖാഭിമുഖം ദർശിക്കും. ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു, അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായി അറിയും. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദൈവത്തെ പൂർണ്ണമായി കാണാൻ കിട്ടുന്ന സമയം ഒരു ആത്മാവ് അങ്ങേയറ്റം നിർവൃതി കൊള്ളുന്ന സമയമാണ്.
നന്നായി ജീവിച്ചാൽ മരിക്കുമ്പോൾ ദൈവത്തെ ഫേസ് ടു ഫേസ് ആയി കാണാൻ തക്കവണ്ണം യേശു ക്രിസ്തു നമ്മുടെ അരികിലേക്ക് എഴുന്നള്ളി വരും എന്നതാണ് ഇതിൽ ഞാൻ മനസ്സിലാക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ക്ഷണനേരം കൊണ്ട് യേശു അന്തോനീസ് പുണ്യാളന്റെ അടുത്തെത്തി. അന്തോനീസ് പുണ്യാളൻ പറഞ്ഞു, അന്തോനീസ് സന്തോഷത്തോടെ യേശു ക്രിസ്തുവിന്റെ കരങ്ങളിലേക്ക് തന്റെ ആത്മാവിനെ കൊടുത്തു. അന്തോനീസ് പുണ്യാളൻ മരിച്ചു എന്ന് മനുഷ്യർ പറഞ്ഞു. അന്തോനീസിന്റെ മരണം ഇങ്ങനെ ഒരു രംഗത്തിൽ, ഇങ്ങനെയുള്ള ഒരു അനുഭവത്തിലൂടെയാണ് കടന്നുപോയത്. എന്തിന് നമ്മള് സഭാപിതാക്കന്മാരുടെ ജീവിതത്തിലേക്ക് പോകുന്നു, വിശുദ്ധന്മാരുടെ ജീവിതത്തിലേക്ക് പോകുന്നു? ബൈബിളിൽ തന്നെ ഒരു അത്ഭുത അഭിഷേകം നിറഞ്ഞ ഒരു മനുഷ്യൻ മരിക്കുന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ എസ്തപ്പാനോസിന്റെ മരണം അപ്പോസ്തല പ്രവർത്തനം 7-ാം അധ്യായം അതിൽ 56-ാമത്തെ തിരുലിഖിതം. എസ്തപ്പാനോസിനെ കല്ലെറിഞ്ഞ് എല്ലാവരും കൊന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മരണത്തിന്റെ വക്കത്തെത്തി എസ്തപ്പാനോസ്. കണ്ട കാര്യം അപ്പോ തന്നെ എസ്തപ്പാനോസ് വിളിച്ചു പറഞ്ഞു. അതാണ് അപ്പോസ്തല പ്രവർത്തനം 7:56. ഇതാ സ്വർഗം തുറക്കപ്പെട്ടിരിക്കുന്നതും മനുഷ്യപുത്രൻ പിതാവിന്റെ വലതു ഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു. ക്ഷണനേരം കൊണ്ട് ഇതാ പിതാവിന്റെ വലതു ഭാഗത്ത് നിന്ന് മനുഷ്യപുത്രൻ എസ്തപ്പാനോസിന്റെ അടുത്തേക്ക് എത്തി. ഉടനെ അപ്പോസ്തല പ്രവർത്തനം 7:59 എസ്തപ്പാനോസ് പറഞ്ഞു, എന്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. എസ്തപ്പാനോസ് മരിച്ചു. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, ഈ എസ്തപ്പാനോസിന് ചുറ്റിനും എത്രയോ നല്ല മിടുമിടുക്കന്മാരും ചെറുപ്പക്കാരും നിന്നിരുന്നു. അവരാരെങ്കിലും ഈ കാഴ്ച കണ്ടോ? അവരാരെങ്കിലും ഈ സ്വരം കേട്ടോ? മരണത്തിന്റെ വക്കത്തെത്തിയ എസ്തപ്പാനോസ് മാത്രം ആ കാഴ്ച കണ്ടു. എസ്തപ്പാനോസ് മാത്രം ആ സ്വരം കേട്ടു. വേറൊരു വാക്കി പറഞ്ഞാൽ, മരണത്തിന്റെ നിമിഷം അടുക്കുമ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് അതിന്റെ കഴിവ്, അതിന്റെ കപ്പാസിറ്റി വർദ്ധിക്കും. നമ്മുടെ ചെവികൾക്ക് അതിന്റെ കപ്പാസിറ്റി വർദ്ധിക്കും. ഈ കണ്ണുകൾ കൊണ്ട്, ഈ ചെവി കൊണ്ട് ആത്മീയ സാന്നിധ്യങ്ങളെ കാണാനും കേൾക്കാനും പറ്റും. ദൈവിക സാന്നിധ്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അവരുടെ മുഖം നല്ല പ്രസാദപൂർണമായ മുഖമായിരിക്കും. നമ്മൾ മരിച്ചു കിടക്കുന്ന ഭവനങ്ങളിൽ ചെല്ലുമ്പോൾ പല ആളുകളും മരിച്ചു കിടക്കുന്ന നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ചിലരുടെ മുഖം നന്നായിട്ട് പ്രസാദിച്ച് നല്ല പുഞ്ചിരി തൂക്കി കിടക്കുന്നത് കണ്ടിട്ടില്ലേ? ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ അയാൾ കാണുന്ന അവസാനത്തെ കാഴ്ച എങ്ങനെയാണോ അങ്ങനെയായിരിക്കും അയാളുടെ മുഖത്തിന്റെ ഷേപ്പ്. ദൈവത്തെ കണ്ടു മരിക്കുന്നവരുടെ മുഖം നന്നായിട്ട് പ്രസാദിച്ചു കിടക്കും. നല്ല സന്തോഷപൂർണമായിരിക്കും അവരുടെ മരണത്തിന്റെ നിമിഷങ്ങൾ. ഏറ്റവും അവസാന നിമിഷങ്ങൾ ഏറ്റവും സന്തോഷത്തോടെ കടന്നു പോകുന്നവരാണ് നല്ല ജീവിതം നയിക്കുന്നവര്. വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെ ജീവിതം ഞാൻ എടുത്ത് പരിശോധിച്ച് നോക്കി. വിശുദ്ധ ഡൊമിനിക് സാവിയോ ചെറുപ്പത്തിൽ തന്നെ 7-ാമത്തെ വയസ്സിൽ വിശുദ്ധ ദിവ്യകാരുണ്യം സ്വീകരിച്ച ആളാണ്. 14-ാമത്തെ വയസ്സിൽ ആള് മരിച്ചു. ഈ ദിവ്യകാരുണ്യം സ്വീകരിക്കുമ്പോൾ വിശുദ്ധ ഡൊമിനിക് സാവിയോ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം വെച്ചിരുന്നത് ഇനി ഒരിക്കലും പാപം ചെയ്യരുത്, ഈശോയും മാതാവും കൂട്ടുകാരായിട്ട് വേണം, കൂടെ കൂടെ കുമ്പസാരിക്കണം, കൂടെ കൂടെ കുർബാന സ്വീകരിക്കണം. ഇതൊക്കെയായിരുന്നു ജീവിതാഭിലാഷങ്ങള്. അങ്ങനെ വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ഓറട്ടറി പ്രവേശിച്ചപ്പോൾ ഒരു പ്രസംഗം വിശുദ്ധ ഡൊമിനിക് സാവിയോ കേട്ടു. ആ പ്രസംഗത്തിന്റെ സാരാംശം 3 കാര്യങ്ങളായിരുന്നു. 1, ഒരു വിശുദ്ധനാകാൻ വേണ്ടിയുള്ള ദൈവനിശ്ചയം എല്ലാ മനുഷ്യരെ കുറിച്ചും ദൈവത്തിനുണ്ട്. 2, വിശുദ്ധനാകുക എന്നാൽ വളരെ എളുപ്പമാണ്. 3, ഈ ലോകത്തിൽ വിശുദ്ധിക്ക് വേണ്ടി കഷ്ടപ്പെടുന്നവർക്ക് സ്വർഗത്തിൽ പിതാവ് വലിയ പ്രതിഫലം കൊടുക്കും. ഈ 3 കാര്യങ്ങളും വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെ ഹൃദയത്തെ സ്പർശിച്ചു. അന്നുകൊണ്ട് അദ്ദേഹം കഠിനമായി യത്നിച്ചു. പിതാവിന് വേണ്ടി, പിതാവിന്റെ വിശുദ്ധിക്ക് വേണ്ടി, പിതാവിന് മുമ്പിൽ സ്വീകാരനാകാൻ വേണ്ടി ഈ ഭൂമിയിൽ നിർമ്മലമായി ജീവിക്കാൻ അദ്ദേഹം ഉത്സാഹിച്ചു. അദ്ദേഹത്തിന് 14-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിക്കുകയാണ്. ആ കുട്ടി 14-ാമത്തെ വയസ്സ് മരിക്കുമ്പോൾ മരണത്തിന്റെ സമയമെത്തി. അദ്ദേഹം ഇങ്ങനെ മരണത്തിന്റെ വക്കത്തെത്തി മരണത്തിലേക്ക് ഇങ്ങനെ വഴുതി വീണുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആ കുട്ടിയുടെ മുഖം മുഴുവൻ പ്രസാദിച്ച് സന്തോഷം കൊണ്ട് നിറഞ്ഞു. ഓ, എന്തൊരു മനോഹരമായ കാഴ്ചയാണ് ഞാൻ ഈ കാണുന്നത്! മരണത്തിന്റെ നിമിഷങ്ങളിൽ അദ്ദേഹം വിളിച്ചു പറഞ്ഞു. പിന്നെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുഖം മുഴുവൻ സ്വർഗീയ പ്രഭ കൊണ്ട് നിറഞ്ഞു. അദ്ദേഹം മരിച്ചു. വിശുദ്ധ ഡൊമിനിക് സാവിയോയുടെ ജീവിതത്തിൽ മരണത്തിന്റെ നിമിഷങ്ങളിൽ അദ്ദേഹം ഉരുവിട്ട ഏറ്റവും അവസാന സെന്റൻസ് ഇതാണ്: ഓ, എന്തൊരു മനോഹരമായ കാഴ്ചയാണ് ഞാൻ ഈ കാണുന്നത്! അദ്ദേഹം മരിച്ചു. അദ്ദേഹത്തിന്റെ മുഖം പ്രസാദം കൊണ്ട് നിറഞ്ഞ്, പുഞ്ചിരി കൊണ്ട് നിറഞ്ഞ്, സ്വർഗീയ പ്രഭ തൂക്കി നിൽക്കുന്ന മുഖത്തോടു കൂടെയാണ് വിശുദ്ധ ഡൊമിനിക് സാവിയോ മരിച്ചത്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം എന്ന അത്ഭുത അഭിഷേകമുള്ള ഒരു ദൈവദാസന്റെ മരണ രംഗത്തെ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്നുണ്ട്. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം AD 398 കോൺസ്റ്റാന്റിനോപ്പിളെ ബിഷപ്പായി അവരോധിക്കപ്പെട്ട കർത്താവിന്റെ പ്രിയദാസനാണ്. ജീവിതകാലം മുഴുവൻ യേശുവിനെ സ്നേഹിച്ച് പാപപേക്ഷിച്ച് വിശുദ്ധിയുടെ മാർഗത്തിൽ ദൈവരാജ്യത്തിനു വേണ്ടി വേല ചെയ്ത വ്യക്തിയാണ് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം.
അദ്ദേഹം അന്ന് കോൺസ്റ്റാന്റിനോപ്പിളെ രാജാവിന് രാജ്ഞിക്കെതിരെ ശക്തമായി പ്രതികരിച്ചു. ഒരു വിധവയുടെ, ഒരു പാവപ്പെട്ട മനുഷ്യന്റെ മുന്തിരിത്തോട്ടം ആ രാജ്ഞി തട്ടിയെടുത്തപ്പോൾ ജോൺ ക്രിസോസ്റ്റം മുഖംനോട്ടയില്ലാതെ അതിശക്തമായി ദൈവത്തിന്റെ ദൂത് രാജാവിനെ രാജ്ഞിയെ അറിയിച്ചു. രാജാവിന് രാജ്ഞിയുടെ അപ്രീതിക്ക് പാത്രമായി, സഹപ്രവർത്തകർ അപ്രീതിക്ക് പാത്രമായി. അവിടെ ഒരു സിനഡ് ഉണ്ടായിരുന്നു. ആ സിനഡ് കൂടി ജോൺ ക്രിസോസ്റ്റമനെ സ്ഥാനഭ്രഷ്ടനാക്കി. രാജാവ് രാജ്ഞിയുടെ കൂടി ജോൺ ക്രിസോസ്റ്റമനെ നാടുകടത്തി. കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് നാടുകടത്തിയെങ്കിലും ആ നാടുകടത്തൽ അധികം നീണ്ടു നിന്നില്ല. കാരണം കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് ജോൺ ക്രിസോസ്റ്റം നടന്നു നീങ്ങിയപ്പോൾ കോൺസ്റ്റാന്റിനോപ്പിളിൽ അന്ന് വരെ സംഭവിച്ചിട്ടുള്ളതും അതിഭയങ്കരമായ ഭൂകമ്പം ഉണ്ടാവുകയും രാജ്ഞി രാജാവ് നടുങ്ങുകയും അവർ ഉടൻ തന്നെ ആളയച്ച് രാജ്യത്തിന്റെ അതിർത്തി വിട്ടുപോകുന്ന ജോൺ ക്രിസോസ്റ്റമിനോട് അപേക്ഷിച്ച് വീണ്ടും ജോൺ ക്രിസോസ്റ്റമിനെ തിരിച്ച് കോൺസ്റ്റാന്റിനോപ്പിളിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഇതെല്ലാം ചരിത്ര സംഭവങ്ങളാണ്. അങ്ങനെ ജോൺ ക്രിസോസ്റ്റം അവിടെ വീണ്ടും ശക്തമായി യേശുക്രിസ്തുവിനും യേശുവിന്റെ സഭയ്ക്കും വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹത്തിന്റെ ആയുസ് മുഴുവൻ അദ്ദേഹം യേശുവിന് വേണ്ടി അർപ്പണം ചെയ്തു. അദ്ദേഹം മരിക്കാൻ കിടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ അത്ഭുത സാന്നിധ്യം ഉണ്ടായി. അദ്ദേഹത്തിന്റെ മുഖം പ്രസാദപൂർണമായി. അദ്ദേഹം സന്തോഷം കൊണ്ട് നിറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എല്ലാത്തിനും ദൈവത്തിന് സ്തുതി, ഗ്ലോറി ബി ടു ഗോഡ് ഫോർ ഓൾ തിങ്സ് എന്ന് പറഞ്ഞ് പുഞ്ചിരി തൂകി ജോൺ ക്രിസോസ്റ്റം മരിച്ചു. ജീവിതകാലത്ത് ഒരുപാട് ശത്രുപീഡ, ഒരുപാട് വൈരാഗ്യത്തിന്റെയും വെറുപ്പോടും കൂടി ശത്രുക്കൾ ആക്രമിച്ച് ജീവിതത്തിൽ മുഴുവൻ വേട്ടയാടപ്പെട്ട ഒരു മനുഷ്യനാണ് വിശുദ്ധ ജോൺ ക്രിസോസ്റ്റം. എന്നാൽ മരണനിമിഷങ്ങളിൽ അദ്ദേഹം സന്തോഷം കൊണ്ട് പുഞ്ചിരി തൂകി ദൈവത്തെ കണ്ടു മരിച്ചു. അദ്ദേഹം പറഞ്ഞു, എല്ലാത്തിനും ദൈവത്തിന് സ്തുതി, ഗ്ലോറി ബി ടു ഗോഡ് ഫോർ ഓൾ തിങ്സ്. അദ്ദേഹം സമാധാനത്തോടെ മരിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നല്ല വിധത്തിൽ ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത്, സുബോധമുള്ള കാലത്ത് പാപപേക്ഷിച്ച് ദൈവത്തെ ആരാധന ജീവിച്ചാൽ മരിക്കുമ്പോൾ സന്തോഷിച്ച് തുള്ളി തുള്ളി ചാടി മരിക്കാനായിട്ട് നമുക്ക് പറ്റുമെന്നതാണ് അനേകം വീരപുരുഷന്മാരായ പൂർവികർ നമുക്ക് കാണിച്ചു തരുന്നത്. വിശുദ്ധ പത്രോസ്ലീഹയുടെ ജീവിതത്തിൽ മരണത്തെ നമ്മൾ കാണുന്നുണ്ട്. പത്രോസ്ലീഹയെ ശത്രുക്കൾ പിടിച്ച് കുരിശു തറച്ച് കൊല്ലാൻ കൊണ്ടുപോകുമ്പോൾ സുസ്മേരവദനായി പുഞ്ചിരി തൂക്കി പത്രോസ്ലീഹ പറയാണ്, അയ്യോ, കുരിശിൽ തറച്ച് കൊല്ലാൻ മാത്രമുള്ള യോഗ്യത എനിക്കില്ലല്ലോ. കാരണം എന്റെ ഗുരുനാഥൻ യേശു മരിച്ചത് കുരിശിൽ തറയ്ക്കപ്പെട്ടാണ്. അതിനുള്ള യോഗ്യത എനിക്ക് എവിടുന്നാ? അതുകൊണ്ട് ദയവ് ചെയ്ത് എന്റെ അഭ്യർത്ഥന കേൾക്കണം, എന്നെ തല കീഴായി കുരിശ് തറയ്ക്കാമോ? അങ്ങനെയാണ് പത്രോസ്ലീഹ മരണത്തെ നേരിട്ടത്. സന്തോഷത്തോടെ തല കീഴായി കുരിശ് തറയ്ക്കാൻ വേണ്ടി അഭ്യർത്ഥിച്ച് അങ്ങനെ തന്റെ മരണത്തിൽ അദ്ദേഹം തന്റെ വീര്യം വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇതുപോലെ മരിച്ച മറ്റൊരു വ്യക്തിയുണ്ട്, വിശുദ്ധ തോമസ് മൂർ. വിശുദ്ധ തോമസ് മൂർ ഹെൻറി എട്ടാമൻ രാജാവിന്റെ കാലത്ത് ഹെൻറി എട്ടാമൻ രാജാവിന്റെ ചാൻസലറായി ഇംഗ്ലണ്ടിൽ ഉന്നതമായ സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തിയാണ്. വലിയൊരു ഫിലോസഫർ ആയിരുന്നു. ഒരുപാട് പേരുടെ പ്രിയങ്കരനായിരുന്നു വിശുദ്ധ തോമസ് മൂർ. എന്നാൽ രാജാവ് തിരുസഭയ്ക്കും ദൈവനാമത്തിനും എതിരായി വ്യാപരിച്ചപ്പോൾ, സഭയെ ദുഷിച്ചപ്പോൾ, സഭയാധികാരികളെ സഭയുടെ മക്കളെയും പീഡിപ്പിച്ചപ്പോൾ വിശുദ്ധ തോമസ് മൂർ യേശുവിനും സത്യത്തിനും സാക്ഷ്യം വഹിച്ചു. രാജാവിന്റെ പ്രവൃത്തികൾക്ക് കൂട്ടുനിന്നില്ല. രാജാവിന്റെ വെറുപ്പിനും ശത്രുതയ്ക്കും പാത്രീഭൂതനായി. അങ്ങനെ തോമസ് മൂറിനെ തുറുങ്കിൽ അടച്ചു. തോമസ് മൂറിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. അങ്ങനെ തൂക്കിക്കൊല്ലാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരുപാട് തവണ തോമസ് മൂറിനെ തിരിച്ചു കൊണ്ടുവരാൻ രാജാവ് നോക്കി. പക്ഷെ സാധിച്ചില്ല. തോമസ് മൂർ പറഞ്ഞു, ഞാൻ എന്റെ ഈ ലോകത്തിലെ രാജാവിനെ സ്നേഹിക്കുന്നു, അതിനേക്കാൾ അധികമായി സ്വർഗത്തിലെ രാജാവിനെ ഞാൻ സ്നേഹിക്കുന്നു. അദ്ദേഹം സ്വർഗത്തിലെ രാജാവിന്റെ പ്രീതിക്ക് വേണ്ടി ഈ ലോക രാജാവിന്റെ അപ്രീതിയെ ഏറ്റുവാങ്ങാൻ തയ്യാറായി. അങ്ങനെ മരണത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹം പേടിച്ച് പറിച്ചിട്ടല്ല മരണത്തിന് പോണത്, ഭയന്ന് പറിച്ചിട്ടല്ല പോണത്. അദ്ദേഹം സന്തോഷത്തോടെയാണ് മരണ നിമിഷങ്ങളിൽ മരണത്തിന്റെ ആ തൂക്കുമരത്തിലേക്ക്, ആ കൊലമരത്തിലേക്ക് നടന്നു നീങ്ങുന്നത്. അങ്ങനെ നടന്നു നീങ്ങുമ്പോൾ കൊലമരത്തിലേക്ക് കയറുന്ന സമയത്ത്, ആ ഏണിയിൽ കയറുന്ന സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന് അദ്ദേഹം പറയാണ്, അല്ലയോ സാർ, അല്ലയോ ഉദ്യോഗസ്ഥ, ദയവ് ചെയ്ത് ഈ കോണി ഒന്ന് കയറാൻ എന്നെ സഹായിക്കണം. തിരിച്ച് ഇങ്ങോട്ട് വരുന്ന കാര്യം ഞാൻ കേട്ടു, പക്ഷെ അങ്ങോട്ടൊന്ന് കയറാൻ എന്നെ സഹായിക്കണം എന്ന് ആ നർമ്മരസത്തോടുകൂടെ ഇത് തോമസ് മൂർ പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ടാണ് കൊലമരത്തിലേക്കുള്ള ആ കയറ്റം കയറുന്നത്. കൊലമരത്തിന്റെ അടുത്ത് ചെന്ന് ആ ആരാച്ചാരനോട് തോമസ് മൂർ പറഞ്ഞൊരു കാര്യമുണ്ട്. അല്ലയോ ആരാച്ചാരെ, ദയവ് ചെയ്തൊരു കാര്യം മനസ്സിലാക്കണം. എന്റെ ഈ താടി ഒരു ഉപദ്രവം ആർക്കും ചെയ്തിട്ടില്ല. എന്റെ കഴുത്തിന് നീളം കുറവാണ്. നിങ്ങൾ കഴുത്ത് വെട്ടുന്ന സമയത്ത് ലക്ഷ്യം തെറ്റി എന്റെ താടിയെല്ലാം കൊണ്ടാൽ ആ നിരപരാധിയായ താടി ഒരു തെറ്റും ചെയ്യാതെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. ശിക്ഷ എനിക്കാണ് തരേണ്ടതെന്ന് പറഞ്ഞ് താടിയെല്ലാം പതുക്കെ ഇങ്ങനെ മാറ്റി കൊടുത്തിട്ട് അദ്ദേഹം സന്തോഷത്തോടെ യേശുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് മരണത്തെ ഏറ്റുവാങ്ങി.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർക്ക് മരണം പേടിപ്പിക്കുന്ന ഒരു അനുഭവമല്ല, മരണം ഭയപ്പെടുത്തുന്ന അനുഭവമല്ല. മരണം സന്തോഷത്തിന്റെയും ആവേശത്തിന്റെയും ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ എന്റെ പ്രിയനാഥൻ എനിക്ക് കാണാൻ പറ്റുള്ളൂ, എന്റെ പ്രാണപ്രിയൻ എനിക്ക് കാണാൻ പറ്റുമല്ലോ, ഈ ആവേശത്തോടെയാണ് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ മരണത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്, മരണത്തെ അഭിമുഖീകരിക്കുന്നത്. ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഈ ഭൂമിയിൽ എങ്ങനെയെങ്കിലും കുറച്ച് ചെറിയ ചെറിയ സന്തോഷത്തിന് വേണ്ടി അതും ഇതും ചെയ്ത് എങ്ങനെയെങ്കിലും കുറെ തട്ടിപ്പും വെട്ടിപ്പും കാണിച്ച് കുറച്ച് നേട്ടങ്ങളൊക്കെ നേടി കുറച്ച് ഉയർച്ച പ്രാപിച്ച് ഈ ലോകത്തിൽ എന്തെങ്കിലും ചെയ്ത് ജീവിച്ച് ഭീകരമായ ഒരു മരണ നിമിഷങ്ങളിലേക്ക് നിവദിക്കാൻ ഇടവരുത്തരുത്. ഈ ലോക ജീവിതത്തിൽ തിരിച്ചറിവുള്ളപ്പോൾ, സുബോധമുള്ളപ്പോൾ പാപത്തെക്കുറിച്ച് അനുദപിച്ച്, പാപത്തെക്കുറിച്ച് പശ്ചാത്തപിച്ച്, യേശുക്രിസ്തുവിനെ രക്ഷിതാവ് നാഥനായി സ്വീകരിച്ച് എന്റെ യേശുവിന്റെ ഒരു പൈതലായി ജീവിച്ച് സ്വർഗത്തിലെത്താൻ, നല്ല മരണം പ്രാപിപ്പാൻ ഓ ദൈവമേ പരിശുദ്ധാത്മാവൻ അയച്ചെന്നെ സഹായിക്കണമേ. റോമാലേഖനം 8-ാം അധ്യായം അതിൽ 1-ാം തിരുലിഖിതം. ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ഓ ദൈവമേ, ഇന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുമ്പോൾ ഒരു നല്ല മരണം പ്രാപിക്കാൻ തക്കവണ്ണം, ഒരു നല്ല ജീവിതം നയിക്കാനുള്ള, വിശുദ്ധമായൊരു ജീവിതം നയിക്കാനുള്ള ആത്മാവിന്റെ പ്രവർത്തനം എന്റെ ഹൃദയത്തിൽ അവിടെ നിന്ന് അങ്കുരിപ്പിക്കണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. ഓ ദൈവമേ, നിത്യമഹത്വത്തെക്കുറിച്ചും നിത്യജീവിതത്തെക്കുറിച്ചും ചിന്തിക്കാൻ പറ്റാത്ത വിധം അങ്ങയുടെ മക്കളുടെ മനസ്സിനെ കെട്ടിയിട്ടിരിക്കുന്ന എല്ലാ ദുർബാധകളെയും ദുർഭൂതങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് ബഹിഷ്കരിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.